ചില പ്രാർത്ഥനകൾ ഞാൻ പറയാം. നിങ്ങൾ ഈ പൈശാചികത്തെ ബഹിഷ്കരിക്കുക. ഒന്ന്, മിഖായേൽ മാലാഖയുള്ള പ്രാർത്ഥന നിങ്ങൾ പറ്റുമെങ്കിൽ ദിവസം ഒരു 10-15, ഞാനൊക്കെ പറയും ഒരു 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ കരുണയുടെ ചവമാൽ ഭയങ്കര പവറാണ് പൈശാചികത്തെ ബഹിഷ്കരിക്കുക. വിശ്വാസ പ്രമാണം നിങ്ങളൊരു 50 തവണ ഞങ്ങൾ അല്ലെങ്കിൽ ചൊല്ലിയിട്ട് 9 തവണ വെച്ച് അല്ലെങ്കിൽ 12 പ്രാവശ്യം 12 അപ്പസ്തോലന്മാരുടെ അനുസ്മരിച്ചുകൊണ്ട് 12 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് നിങ്ങളുടെ കൈകൾ വീട്ടിൽ ഹോളി വാട്ടർ വിശുദ്ധ ജലം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഈ അസ്വസ്ഥതയുള്ള വീട്ടിൽ ആ വീട്ടിൽ കൂടെ തളിക്കണം. അങ്ങനെ ഒരു 33 ദിവസം നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് ഫോർ 33 days നിങ്ങൾ വെച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ ആ വീട്ടിലെ അന്ധകാരം പിന്നെ നിങ്ങൾ ക്ഷമിച്ചാലും പിന്നെ സഹിച്ച് നിന്നോണം. ഈ പറയുന്ന 33 ദിവസത്തിനുള്ളിൽ ഒരുപാട് അസ്വസ്ഥത ആദ്യം ഉണ്ടാവും. ഈ ജലം തെളിച്ച് പ്രാർത്ഥന തുടങ്ങും, ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പക്ഷേ അത് പ്രശ്നം വരുമ്പോൾ പ്രയർ നിർത്തിയേക്കരുത്, അത് തീർക്കണം, കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കൂടെ കുമ്പസാരിക്കണം. എന്നുവെച്ചുകൊണ്ട് പാപത്തിൻ്റെ നമുക്ക് ചെറിയ പാപം വരുമ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ ഞാൻ പറയും സമയം അനുസരിച്ച് ചില പള്ളികൾ ചില സാഹചര്യങ്ങളുണ്ട്, തിരക്കിട്ട സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എത്രയോ സമയങ്ങളുണ്ട്, സ്വസ്ഥമായിട്ട് കുമ്പസാരിക്കാൻ പറ്റും. ഇവിടെയൊക്കെ എന്തോ ഒരു ദേവാലയങ്ങളും സൗകര്യങ്ങളും ഉണ്ട് കുമ്പസാരിക്കാൻ, ഉപയോഗിക്കണം. അത് നല്ലതാണ്. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. ഞായറാഴ്ച കുർബാന മുടക്കരുത്. ഞായറാഴ്ച കുർബാനയുടെ ദിവസം ഞായറാഴ്ച ദിവസം ഒത്തിരി പരിപാടികൾക്ക് പോകരുത്. സാബത്ത് ആചരിക്കണം, സാബത്തിനെ നന്നായിട്ട് ബഹുമാനിക്കണം. ഒടുവിലേക്കും ദൈവമക്കളെ സാത്താൻ നിന്നെ തൊടില്ല, അടുക്കില്ലവൻ. അതുകൊണ്ട് ഞാൻ പറയും, ഭാഗ്യപ്പെട്ട ദൈവമക്കളായ നിങ്ങളോട് പറയാൻ, നിങ്ങളുടെ വീട്ടിലെ ഒരുപാട് പൈശാചിക പീഡകൾ മാറി നിങ്ങൾ ശാന്തമാകും. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെട്ടിരിക്കും.